ഗൾഫ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിക്കുന്ന ഓരോ മലയാളി പ്രവാസിയുടെയും പെട്ടികളിൽ നിറയെ സ്നേഹത്തിന്റെ സമ്മാനങ്ങളുണ്ടാകും. മക്കൾക്കും ബന്ധുവീട്ടിലെ കുട്ടികൾക്കുമായി വാങ്ങിക്കൂട്ടുന്ന കളിപ്പാട്ടങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. ഗൾഫ് നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആകർഷകങ്ങളായ കളിക്കോപ്പുകൾ കാണുമ്പോൾ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി കാണാനാണ് ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം ഏറെ ആഗ്രഹത്തോടെയും സന്തോഷത്തോടെയും വാങ്ങി നൽകുന്ന ഈ സമ്മാനങ്ങൾ നമ്മുടെ കുരുന്നുകളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തിടെ UAE-യിലെ ഷാർജയിൽ 5 വയസ്സുകാരനായ ഒരു ബാലന്റെ ജീവൻ അപകടത്തിലാക്കിയ സംഭവം കേവലം ഒറ്റപ്പെട്ട ഒരു വാർത്തയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ആ കുട്ടിയുടെ കുടലിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് 52 കാന്തങ്ങളടങ്ങിയ മുത്തുകളായിരുന്നു എന്നത് ഈ വിപത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ആധുനിക കളിപ്പാട്ട വിപണിയിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് കാന്തിക ബിൽഡിംഗ് കിറ്റുകളും പല നിറങ്ങളിലുള്ള ചെറിയ കാന്തിക ബോളുകളും. ഇവയിൽ ഭൂരിഭാഗത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ കാന്തങ്ങളല്ല, മറിച്ച് അത്യധ്വാദമുള്ള നിയോഡൈമിയം കാന്തങ്ങളാണ്. സാധാരണ കാന്തങ്ങളെക്കാൾ 10 ഇരട്ടിയിലധികം ശക്തിയുള്ള ഇവ വലിപ്പത്തിൽ വളരെ ചെറുതുമാണ്. മുത്തുകൾ പോലെയോ ചെറിയ മിഠായികൾ പോലെയോ തോന്നിക്കുന്ന ഇവ കുട്ടികൾ കളിക്കിടെ അബദ്ധത്തിൽ വിഴുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാഴ്ചയിൽ നിരപരാധികളെന്ന് തോന്നിക്കുന്ന ഈ തിളങ്ങുന്ന മുത്തുകൾ ശരീരത്തിനുള്ളിലെത്തിയാലുണ്ടാകുന്ന വിപത്ത് വിവരണാതീതമാണ്. നാണയങ്ങളോ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളോ കുട്ടികൾ വിഴുങ്ങുന്നതുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം മറ്റു വസ്തുക്കൾ സ്വാഭാവിക പ്രക്രിയയിലൂടെ മലത്തോടൊപ്പം പുറത്തു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ കാന്തങ്ങൾ ശരീരത്തിനുള്ളിൽ സൃഷ്ടിക്കുന്നത് തികച്ചും വ്യത്യസ്തവും സങ്കീർണവുമായ സാഹചര്യമാണ്. കുട്ടി ഒരു കാന്തം മാത്രമാണ് വിഴുങ്ങുന്നതെങ്കിൽ അത് പലപ്പോഴും വലിയ അപകടമില്ലാതെ ദഹന വ്യവസ്ഥയിലൂടെ പുറത്തു പോയേക്കാം. എന്നാൽ ഒന്നിലധികം കാന്തങ്ങൾ അല്ലെങ്കിൽ ഒരു കാന്തവും അതോടൊപ്പം എന്തെങ്കിലും ഇരുമ്പ് കഷണവും ശരീരത്തിനുള്ളിൽ എത്തിയാൽ കഥ മാറുകയാണ്. ദഹന വ്യവസ്ഥയിലൂടെ ഇവ സഞ്ചരിക്കുമ്പോൾ കുടലിലെ വ്യത്യസ്ത ഭാഗങ്ങളിലായി നിലകൊള്ളുന്ന ഈ കാന്തങ്ങൾ പരസ്പരം ശക്തമായി ആകർഷിക്കാൻ തുടങ്ങും. കുടലിന്റെ ഭിത്തികളെ നടുവിലാക്കിക്കൊണ്ടാണ് ഈ കാന്തങ്ങൾ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നത്. ഈ ശക്തമായ ആകർഷണം മൂലം കുടലിന്റെ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം പൂർണ്ണമായും തടസ്സപ്പെടുന്നു. ദിവസങ്ങൾക്കുള്ളിൽ രക്തയോട്ടം നിലച്ച കുടലിന്റെ കോശങ്ങൾ നശിക്കുകയും അവിടെ വലിയ ദ്വാരങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് ആന്തരിക രക്തസ്രാവത്തിനും ഗുരുതരമായ അണുബാധയ്ക്കും വഴിതെളിക്കും. ശരീരത്തിനുള്ളിൽ വിഷാംശം പടരുന്ന ഈ അവസ്ഥ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ കുട്ടിയുടെ മരണം വരെ സംഭവിക്കാവുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംജാതമാകുന്നത്. ഈ കാന്തിക കളിപ്പാട്ടങ്ങൾ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവ ശരീരത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നതാണ്. കുട്ടി കാന്തം വിഴുങ്ങിയ ഉടനെ ശ്വാസം മുട്ടലോ മറ്റ് അസ്വസ്ഥതകളോ പ്രകടിപ്പിച്ചെന്ന് വരില്ല. ദിവസങ്ങൾക്ക് ശേഷം സാധാരണയുണ്ടാകാറുള്ള വയറുവേദന, ഛർദി അല്ലെങ്കിൽ പനി പോലെയുള്ള ലക്ഷണങ്ങളാകും കുട്ടി കാണിക്കുക. മാതാപിതാക്കൾ ഇത് സാധാരണ ഗ്യാസ് പ്രോബ്ലമോ അല്ലെങ്കിൽ ഭക്ഷണത്തിലെ വ്യതിയാനം മൂലമുള്ള അസ്വസ്ഥതയോ ആയി കരുതി നിസ്സാരവൽക്കരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കൃത്യമായ എക്സ്റേ പരിശോധനകളിലൂടെ മാത്രമേ കാന്തങ്ങൾ കുടലിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്താൻ സാധിക്കൂ. അപ്പോഴേക്കും കുടലിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഷാർജയിലെ സംഭവത്തിലും അടിയന്തര ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചത്. ഇത്തരം സങ്കീർണ ശസ്ത്രക്രിയകൾ കുട്ടിയുടെ ഭാവി ആരോഗ്യത്തെയും ദഹന പ്രക്രിയയെയും ദീർഘകാലത്തേക്ക് ബാധിച്ചേക്കാം. പ്രവാസ ലോകത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മക്കൾക്കായി വാങ്ങുന്ന സമ്മാനങ്ങൾ അവരുടെ ജീവനെടുക്കുന്ന ഒന്നായി മാറരുത് എന്ന് ഓരോ മാതാപിതാക്കളും ഉറപ്പുവരുത്തണം. കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ പാക്കറ്റുകളിൽ നൽകിയിരിക്കുന്ന പ്രായപരിധിയും സുരക്ഷാ നിർദ്ദേശങ്ങളും കർശനമായി വായിച്ച് മനസ്സിലാക്കുക. ചെറിയ കാന്തിക ബോളുകൾ അടങ്ങിയ കളിക്കോപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇതിനുള്ള ഏക മാർഗം. കുട്ടികളുടെ സർഗാത്മകത വളർത്താൻ കാന്തങ്ങൾക്ക് പകരമായി സുരക്ഷിതമായ മറ്റ് നിരവധി പസിലുകളും നിർമ്മാണ കളിപ്പാട്ടങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാകരുത്. സമ്മാനങ്ങളുടെ തിളക്കത്തേക്കാൾ പ്രധാനം നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണെന്ന ബോധ്യം ഓരോ പ്രവാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഗൾഫ് മേഖലയിലെ സാമ്പത്തിക മാതൃകകൾ വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കേവലം എണ്ണപ്പാടങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിജ്ഞാനാധിഷ്ഠിതവും വൈവിധ്യപൂർണവുമായ ഒരു തൊഴിൽ സംസ്കാരത്തിലേക്ക് ഖത്തർ അതിവേഗം ചുവട് മാറ്റുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയതും നിർണായകവുമായ പ്രതിഫലനമാണ് സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കാനുള്ള ഖത്തർ ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം. രാജ്യത്തെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിദേശ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ നയം കേവലം ഒരു താൽക്കാലിക പരിഷ്കാരമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തന്ത്രപ്രധാനമായ നീക്കമാണ്.
ഖത്തർ നാഷണൽ വിഷൻ 2030 എന്ന സമഗ്ര വികസന മേഖലയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തൊഴിൽ നയങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാർ മേഖലയിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വദേശികളെ നിയമിക്കുന്നതിൽ രാജ്യം വലിയ വിജയം കൈവരിച്ചിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചാലക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയിൽ കൂടി സ്വദേശി യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് പുതിയ നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻപ് നിലവിലിരുന്ന താൽക്കാലിക നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രൈവറ്റ് സെക്ടർ നാഷണലൈസേഷൻ ലോ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിയമപരമായ ബാധ്യതകൾ നിഷ്കർഷിക്കുന്നുണ്ട്. സ്വദേശി വനിതകൾക്കും ഖത്തറി സ്വദേശികളായ അമ്മമാരുടെ മക്കൾക്കും മുൻഗണന നൽകുന്ന രീതിയിലാണ് ഈ നിയമപരമായ ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ നയപ്രകാരം സ്വകാര്യ കമ്പനികളിലെ സ്വദേശി ജീവനക്കാരുടെ പ്രാതിനിധ്യം നിലവിലുള്ള 17% നിന്ന് 20% ഉയർത്താനാണ് തൊഴിൽ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ആദ്യ നോട്ടത്തിൽ ഈ 3% വർധനവ് ചെറുതാണെന്ന് തോന്നാമെങ്കിലും 10,000 പുതിയ തൊഴിലവസരങ്ങൾ സ്വദേശികൾക്കായി കമ്പനികൾ മാറ്റിവെക്കേണ്ടി വരും എന്നതാണ് ഇതിന്റെ യഥാർത്ഥ പ്രതിഫലനം. ധനകാര്യ സേവനങ്ങൾ, വിവര സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഉൽപ്പാദനം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ 9ഓളം പ്രധാന സാമ്പത്തിക മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. കമ്പനികൾ തങ്ങളുടെ ഒഴിവുകൾ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി കൃത്യമായി പരസ്യപ്പെടുത്തണമെന്നും യോഗ്യരായ സ്വദേശി ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ മുൻഗണന നൽകണമെന്നും മന്ത്രാലയം കർശനമായി നിർദ്ദേശിക്കുന്നു. സ്വദേശിവൽക്കരണം കേവലം കർശനമായ നിയന്ത്രണങ്ങളിലൂടെ മാത്രമല്ല ഖത്തർ നടപ്പിലാക്കുന്നത്, മറിച്ച് കമ്പനികൾക്ക് മികച്ച പ്രോത്സാഹനം നൽകി കൂടിയാണ്. കമ്പനികളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനായി ഹിമ്മ എന്ന പേരിൽ ഒരു ഡിജിറ്റൽ പോർട്ടൽ ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി സവിശേഷമായ ഒരു അവാർഡ് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2026 ഖത്തർ നാഷണലൈസേഷൻ അവാർഡ് വഴി മികച്ച രീതിയിൽ സ്വദേശികളെ ആകർഷിക്കുകയും അവർക്ക് അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പ്രത്യേക ആനുകൂല്യങ്ങളും സർക്കാർ തലത്തിലുള്ള മുൻഗണനകളും ലഭിക്കും. ഇത് കമ്പനികൾക്കിടയിൽ സ്വദേശി ജീവനക്കാരെ നിയമിക്കുന്നതിനായി ഒരു ആരോഗ്യകരമായ മത്സരം സൃഷ്ടിക്കുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും നേതൃത്വപരമായ പദവികളിലേക്കും ഭരണപരമായ തസ്തികകളിലേക്കും സ്വദേശി യുവാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കമ്പനികൾക്ക് വലിയ തോതിലുള്ള പിന്തുണയാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷാ നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നത്. നിശ്ചിത കോട്ട പൂർത്തിയാക്കാത്ത സ്ഥാപനങ്ങൾക്ക് പുതിയ വിദേശ ജീവനക്കാരെ കൊണ്ടുവരുന്നതിനുള്ള വർക്ക് പെർമിറ്റുകളും ബ്ലോക്ക് വിസകളും പൂർണ്ണമായി നിഷേധിക്കും. ഇതിനു പുറമെ ഓരോ നിയമലംഘനത്തിനും 30,000 ഖത്തർ റിയാൽ മുതൽ 1,00,000 റിയാൽ വരെ ഭീമമായ ഭരണപരമായ പിഴകളും ചുമത്താൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ കൃത്യമായ ശമ്പള വിതരണ നിരീക്ഷണ സംവിധാനം വഴി വ്യാജമായ നിയമനങ്ങൾ നടത്തുന്ന കമ്പനികളെ കണ്ടെത്താൻ കർശനമായ പരിശോധനകളാണ് നടക്കുന്നത്. ജോലി ചെയ്യാതെ പേരിന് മാത്രം സ്വദേശികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗോസ്റ്റ് എംപ്ലോയ്മെന്റ് പോലെയുള്ള പ്രവണതകൾ തടയാൻ കർശനമായ ഡിജിറ്റൽ നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ പരിഷ്കാരങ്ങൾ ഗൾഫിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വിദേശ ജീവനക്കാരിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഭരണപരമായ തസ്തികകളിലും മാനേജീരിയൽ തലങ്ങളിലും ജോലി ചെയ്യുന്ന വിദേശികൾക്ക് തങ്ങളുടെ പദവികൾ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട്. എന്നാൽ സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തലനുസരിച്ച് ഇത് പ്രവാസികളുടെ സമ്പൂർണ്ണമായ ഒരു തൊഴിൽ നഷ്ടത്തിലേക്ക് പെട്ടെന്ന് വഴിമാറില്ല. മറിച്ച് തൊഴിലുകളുടെ വലിയൊരു പുനഃക്രമീകരണത്തിനാണ് ഇത് വഴി തുറക്കുന്നത്. കഠിനമായ കായികാധ്വാനം ആവശ്യമുള്ളതോ അല്ലെങ്കിൽ പ്രത്യേക സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ളതോ ആയ തസ്തികകളിൽ സ്വദേശികൾ താൽപ്പര്യം കാണിക്കാത്ത സാഹചര്യങ്ങളിൽ കമ്പനികൾ തങ്ങളുടെ ഉന്നത പദവികളിൽ സ്വദേശികളെ നിയമിക്കുകയും സാങ്കേതികവും പ്രവർത്തനപരവുമായ മേഖലകളിൽ പ്രവാസികളെ നിലനിർത്തുകയും ചെയ്യുന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത്. കൂടാതെ ഖത്തറിലെ വിപണി വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പുതിയ അവസരങ്ങളും വിപണിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഖത്തറിലെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തന ശൈലിയിൽ ഈ പുതിയ നിയമനങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും. പരമ്പരാഗതമായി ക്ലറിക്കൽ ജോലികളെ മാത്രം ആശ്രയിച്ചിരുന്ന പ്രവാസ രീതികളിൽ നിന്നും മാറി ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യവും സവിശേഷമായ യോഗ്യതകളും ആവശ്യമുള്ള മേഖലകളിലേക്ക് പ്രവാസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. മാറുന്ന ഗൾഫ് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ സ്വയം നവീകരിക്കുക എന്നതാണ് പ്രവാസികൾക്ക് മുന്നിലുള്ള ഏക വഴി. കേവലം ഒരു തസ്തികയിൽ ഒതുങ്ങിക്കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യകളിലും മാനേജ്മെന്റ് ശൈലികളിലും വൈദഗ്ധ്യം നേടുന്നത് വഴി മാത്രമേ ഈ പുതിയ സ്വദേശിവൽക്കരണ തരംഗത്തിനിടയിലും പ്രവാസികൾക്ക് ഖത്തറിലെ സ്വകാര്യ മേഖലയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. സാങ്കേതിക മികവും അർപ്പണബോധവുമുള്ള പ്രൊഫഷണലുകൾക്ക് ഗൾഫ് വിപണിയിൽ എപ്പോഴും സ്ഥാനമുണ്ടാകുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നേറുകയാണ് പ്രവാസ ലോകം ചെയ്യേണ്ടത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അപ്രതീക്ഷിതമായ സംഘർഷങ്ങളും വ്യോമപാത അടയ്ക്കലും കാരണം UAE-യിൽ കുടുങ്ങിപ്പോയ വിദേശ സന്ദർശകർക്കായി പ്രഖ്യാപിച്ച പ്രത്യേക ഗ്രേസ് പീരീഡ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അനുവദിച്ച ഈ 30 ദിവസത്തെ താൽക്കാലിക ആനുകൂല്യം ഈ വരുന്ന ജൂലൈ 9 പൂർണ്ണമായും അവസാനിക്കും.
വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരേണ്ടി വന്ന പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും പിഴയോ മറ്റ് നിയമ നടപടികളോ ഇല്ലാതെ തങ്ങളുടെ വിസ പദവി നിയമവിധേയമാക്കാനോ അല്ലെങ്കിൽ ജന്മനാട്ടിലേക്ക് മടങ്ങാനോ ഉള്ള അവസാന അവസരമാണിത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനവും യാത്രാ സുരക്ഷിതത്വവും പുനഃസ്ഥാപിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ഇളവുകൾ പിൻവലിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഈ വർഷം ഫെബ്രുവരി അവസാന വാരം മുതൽ മേഖലയിലുണ്ടായ കനത്ത വ്യോമപാത നിയന്ത്രണങ്ങളും വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതുമാണ് നിരവധി യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ യുഎഇയിൽ കുടുങ്ങിപ്പോയ ഇത്തരം സന്ദർശകരെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ച് മാസത്തിൽ യുഎഇ ഭരണകൂടം പിഴ ഒഴിവാക്കിക്കൊണ്ടുള്ള മാനുഷിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. തുടർന്ന് പ്രാദേശിക സ്ഥിരത കൈവന്നതോടെ ജൂൺ 10 മുതൽ ജൂലൈ 9 വരെ കൃത്യമായ ഒരു വിൻഡോ അനുവദിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ICP നിർദ്ദേശിക്കുകയായിരുന്നു. യുഎഇയുടെ നിയമ സംഹിതകളോടുള്ള ആദരവ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ വിദേശികൾക്ക് താങ്ങാവുക എന്ന രാജ്യത്തിന്റെ സത്കീർത്തി ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ഈ തീരുമാനം. ഈ പ്രത്യേക ഇളവ് യുഎഇയിലുള്ള എല്ലാ വിസ നിയമ ലംഘകർക്കുമുള്ള ഒരു പൊതുമാപ്പ് അല്ലെങ്കിൽ ആംനസ്റ്റി അല്ലെന്ന കാര്യം പ്രവാസികൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഫെബ്രുവരി മുതൽ ആരംഭിച്ച വിമാന സർവീസ് തടസ്സങ്ങൾ കാരണം കൃത്യസമയത്ത് രാജ്യം വിടാൻ സാധിക്കാതെ വരികയും മുൻപ് തന്നെ പിഴയിൽ നിന്ന് താൽക്കാലിക ഇളവ് ലഭിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് ഈ ജൂലൈ 9 വരെയുള്ള കാലാവധി ബാധകമാകുന്നത്. കാലാവധി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വിസക്കാർ, എക്സിറ്റ് പെർമിറ്റ് ഉണ്ടായിട്ടും യാത്ര ചെയ്യാൻ കഴിയാതിരുന്നവർ, വിസ റദ്ദാക്കപ്പെട്ടിട്ടും വിമാന സർവീസുകൾ ഇല്ലാത്തതിനാൽ നാട്ടിലേക്ക് പോകാൻ കഴിയാതിരുന്ന മുൻ താമസക്കാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. സാധാരണ രീതിയിൽ വിസ കാലാവധി കഴിഞ്ഞ മറ്റുള്ളവർക്ക് യുഎഇയുടെ പതിവ് നിയമങ്ങളും പിഴകളും തന്നെയായിരിക്കും ബാധകം. ഗ്രേസ് പീരീഡ് അവസരമാക്കാൻ ഇനി ദിവസം മാത്രം ബാക്കി നിൽക്കെ യോഗ്യരായ വ്യക്തികൾക്ക് മുന്നിൽ പ്രധാനമായും 2 വഴികളാണുള്ളത്. പുതിയ ജോലി കണ്ടെത്തുകയോ വിസ പുതുക്കുകയോ ചെയ്തുകൊണ്ട് യുഎഇയിൽ നിയമപരമായി തുടരുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് ഒന്നാമത്തെ വഴി. അതല്ലെങ്കിൽ യാതൊരുവിധ ഓവർസ്റ്റേ പിഴകളും നൽകാതെ നേരിട്ട് വിമാനത്താവളം വഴി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാം. എന്നാൽ ജൂലൈ 9 ശേഷം രാജ്യത്ത് തുടരുന്നവർക്ക് പ്രതിദിന പിഴകൾ വീണ്ടും ഈടാക്കാൻ ആരംഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഭാവിയിൽ യുഎഇയിലേക്കുള്ള വിസ അപ്രൂവലുകളെയും യാത്രാ അനുമതികളെയും ദോഷകരമായി ബാധിച്ചേക്കാം. അവസാന ദിവസങ്ങളിൽ ടൈപ്പിംഗ് കേന്ദ്രങ്ങളിലും അമർ സെന്ററുകളിലും തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കുടുങ്ങിക്കിടക്കുന്ന സന്ദർശകർ എത്രയും വേഗം ഔദ്യോഗിക ചാനലുകൾ വഴി തങ്ങളുടെ വിസ സ്റ്റാറ്റസ് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വിദ്യാലയങ്ങൾക്ക് വേനലവധി ആരംഭിക്കുന്നതോടെ യുഎഇയിലെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം കുടുംബങ്ങളും നാട്ടിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമുള്ള ഈ യാത്രകൾ വലിയ സന്തോഷം നൽകുന്നതാണെങ്കിലും നാം പോയതിനു ശേഷം നമ്മുടെ വീടുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന കാര്യം പലപ്പോഴും ഗൗരവമായി നമ്മൾ ചിന്തിക്കാറില്ല. ഈ പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ യുഎഇ പോലീസ് സേഫ് സമ്മർ അഥവാ സുരക്ഷിത വേനൽക്കാലം എന്ന പേരിൽ വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. നാം യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വീടുകളിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് പോലീസ് കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒരു ഔദ്യോഗിക അറിയിപ്പ് എന്നതിനപ്പുറം ഓരോ വ്യക്തിയും തങ്ങളുടെ വീടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഈ അവധിക്കാലത്ത് അത്യന്താപേക്ഷിതമാണ്. ഈ സുരക്ഷാ നിർദ്ദേശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതുമായ ഒന്നാണ് സോഷ്യൽ മീഡിയയിലെ സുരക്ഷ. യാത്ര പോകുന്നതിന് മുൻപോ യാത്രയിൽ ഇരിക്കുമ്പോഴോ തങ്ങളുടെ യാത്രാ പ്ലാനുകളോ എത്ര ദിവസം നാട്ടിലുണ്ടാകുമെന്ന കാര്യങ്ങളോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കരുതെന്ന് പോലീസ് കർശനമായി വിലക്കുന്നുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നതെല്ലാം തത്സമയം മറ്റുള്ളവരെ അറിയിക്കുന്നത് ഒരു ശീലമായി മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ നൽകുന്ന ഈ വിവരങ്ങൾ സാമൂഹിക വിരുദ്ധർ വളരെ എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടുന്ന ഒരു ചെക്ക് ഇൻ അല്ലെങ്കിൽ യാത്രാ തീയതികൾ വ്യക്തമാക്കുന്ന പോസ്റ്റുകൾ യഥാർത്ഥത്തിൽ കവർച്ചക്കാർക്ക് തങ്ങളുടെ വീട് ഇപ്പോൾ വിജനമാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. തങ്ങൾ ഡിജിറ്റൽ ലോകത്ത് അവശേഷിപ്പിക്കുന്ന ഇത്തരം കാൽപ്പാടുകൾ എങ്ങനെയാണ് ഒരു കുറ്റവാളിക്ക് സഹായകരമാകുക എന്ന് പലരും ചിന്തിക്കാറില്ല. ആധുനിക കാലത്തെ കവർച്ചക്കാർ വീടുകൾ നേരിട്ട് നിരീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ചിത്രങ്ങളും യാത്രാ അനുഭവങ്ങളും യാത്ര കഴിഞ്ഞ് സുരക്ഷിതമായി തിരിച്ചെത്തിയ ശേഷം മാത്രം പങ്കുവയ്ക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ശീലം. അക്കൗണ്ടുകളുടെ പ്രൈവസി സെറ്റിംഗ്സ് കർശനമാക്കുന്നതും അപരിചിതരെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ കാണുന്നതിൽ നിന്ന് തടയുന്നതും ഇത്തരം വലിയ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. ആധുനിക കവർച്ചക്കാർ വീടിന്റെ ഉമ്മറപ്പടിയിലല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലാണ് ആദ്യം നിരീക്ഷണം നടത്തുന്നത്.
നടത്തുന്നത്. ഡിജിറ്റൽ ലോകത്തെ അശ്രദ്ധമായ ഒരു പോസ്റ്റ് നിങ്ങളുടെ യഥാർത്ഥ ലോകത്തെ സമ്പാദ്യം നഷ്ടപ്പെടുത്തിയേക്കാം. ഡിജിറ്റൽ ജാഗ്രത പോലെ തന്നെ പ്രധാനമാണ് വീടിന്റെ ഭൗതികമായ സുരക്ഷ ഉറപ്പാക്കലും. യാത്ര തിരിക്കുന്നതിന് മുൻപ് വീടിന്റെ പ്രധാന വാതിലുകളും ജനലുകളും അതുപോലെ ബാൽക്കണിയിലേക്കും അതുപോലെ റൂഫ് ടോപ്പുകളിലേക്കും തുറക്കുന്ന വഴികളും കൃത്യമായി പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കേവലം സാധാരണ പൂട്ടുകൾക്ക് പുറമെ അധിക സുരക്ഷ നൽകുന്ന ലോക്കുകൾ പ്രധാന വാതിലുകളിൽ സ്ഥാപിക്കുന്നത് കവർച്ചക്കാരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ സഹായിക്കും. അതോടൊപ്പം വേനൽക്കാലത്തെ കടുത്ത ചൂട് കണക്കിലെടുത്ത് വീടുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തീപിടുത്തങ്ങൾ തടയേണ്ടതും അത്യാവശ്യമാണ്. ഇതിനായി ആവശ്യമില്ലാത്ത എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും പ്ലഗുകൾ ഊരിയിടാനും എയർ കണ്ടീഷണറുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യാനും പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് പോലും വേനൽക്കാലത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയിൽ വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം. ഗ്യാസ് സിലിണ്ടറുകൾ പൂർണ്ണമായും ഓഫാക്കുകയും സാധ്യമെങ്കിൽ അടുക്കളയ്ക്ക് പുറത്ത് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും വേണം. വാട്ടർ കണക്ഷനുകൾ പ്രധാന വാൽവിൽ നിന്ന് തന്നെ ഓഫാക്കുന്നത് പൈപ്പുകളിലെ ലീക്കേജ് മൂലമുണ്ടാകുന്ന കേടുപാടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. സ്വർണ്ണാഭരണങ്ങളും പണവും ഔദ്യോഗിക രേഖകളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ വീടുകളിൽ അശ്രദ്ധമായി ഇടാതെ ബാങ്ക് ലോക്കറുകളിലോ മറ്റ് അതീവ സുരക്ഷിതമായ സംവിധാനങ്ങളിലോ സൂക്ഷിക്കുന്നത് വലിയൊരു പരിധിവരെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീടുകൾ നിരീക്ഷിക്കുക എന്നതാണ് മറ്റൊരു ഫലപ്രദമായ മാർഗം. CCTV ക്യാമറകളും മൊബൈൽ ഫോണുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സുരക്ഷാ അലാറങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ ലോകത്തെവിടെയിരുന്നാലും സ്വന്തം വീടിന്റെ പരിസരം തത്സമയം നിരീക്ഷിക്കാൻ താമസക്കാർക്ക് സാധിക്കും. ചലനങ്ങൾ തിരിച്ചറിയുന്ന മോഷൻ സെൻസറുകളും ഇലക്ട്രോണിക് ലോക്കുകളും സുരക്ഷ ഇരട്ടിയാക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യ പോലെ തന്നെ മനുഷ്യബന്ധങ്ങളും സുരക്ഷയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ദീർഘനാൾ വീടടച്ചിട്ടിരിക്കുമ്പോൾ വിശ്വസ്തരായ ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ വിവരങ്ങൾ അറിയിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് വീടിന്റെ പരിസരം ഇടയ്ക്കിടെ വന്ന് നിരീക്ഷിക്കാൻ സാധിക്കും. വീടിന്റെ മുന്നിൽ പരസ്യ പലകകളോ പരസ്യ ലഘുലേഖകളോ പത്രങ്ങളോ വന്ന് കുന്നുകൂടുന്നത് വീടടഞ്ഞു കിടക്കുകയാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കവർച്ചക്കാർക്ക് നൽകുന്നത്. അതിനാൽ ഇത്തരം സാധനങ്ങൾ ദിവസവും വന്ന് മാറ്റാൻ വിശ്വസ്തരായ ആളുകളോട് ആവശ്യപ്പെടുന്നത് വീട് സജീവമാണെന്ന പ്രതീതി ജനിപ്പിക്കും. കൂടാതെ രാത്രികാലങ്ങളിൽ വീടിന് പുറത്തെ ലൈറ്റുകൾ തെളിയിച്ചിടുന്നതോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വഴി ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നതോ സാമൂഹിക വിരുദ്ധരെ അകറ്റി നിർത്താൻ സഹായിക്കും. പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. സംശയകരമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഔദ്യോഗിക ചാനലുകൾ വഴി സുരക്ഷാ അധികൃതരെ വിവരമറിയിക്കുക. മരുഭൂമിയുടെ വന്യതയ്ക്കപ്പുറം പച്ചപ്പിന്റെയും മഞ്ഞിന്റെയും മാന്ത്രിക ലോകം തീർക്കുന്ന ഒമാനിലെ സലാല പ്രവാസികൾക്കും അന്താരാഷ്ട്ര സഞ്ചാരികൾക്കും എക്കാലത്തും പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന പ്രശസ്തമായ ഖരീഫ് സീസൺ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ദോഫാർ ഗവർണറേറ്റിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒഴുക്കുള്ള വെള്ളച്ചാട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും മനോഹരമായ കടൽ തീരങ്ങളും കാണാനെത്തുന്ന ഈ സഞ്ചാരികളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുക എന്നത് ഒമാൻ സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനകളിൽ ഒന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഖരീഫ് ദോഫാർ സീസണിനോടനുബന്ധിച്ച് സഞ്ചാരികൾക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്രാ അനുഭവം ഒരുക്കുന്നതിനായി ഒമാനിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പ്രത്യേക ദൗത്യസേനയെ രംഗത്തിറക്കിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമായി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് ഒമാൻ ഭരണകൂടം ഈ വർഷം ശക്തമായ സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്. ഖരീഫ് സീസണിലെ അടിയന്തര ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് മസ്കറ്റിലെ സിവിൽ ഡിഫൻസ് ആസ്ഥാനത്ത് നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരടങ്ങിയ ആദ്യ രക്ഷാസേനാ സംഘം ദോഫാർ ഗവർണറേറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഫീൽഡ് തലത്തിലുള്ള സജ്ജീകരണങ്ങൾ വിലയിരുത്താനും അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗം പ്രതികരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മുൻകൂർ വിന്യാസം നടത്തിയിരിക്കുന്നത്. തീപിടുത്തം തടയൽ, ലാൻഡ് റെസ്ക്യൂ അഥവാ കരയിലെ രക്ഷാപ്രവർത്തനം, വാട്ടർ റെസ്ക്യൂ അഥവാ വെള്ളത്തിലെ രക്ഷാപ്രവർത്തനം, ആംബുലൻസ് സർവീസ് എന്നിവയിൽ അതീവ വിദഗ്ധരായ ഉദ്യോഗസ്ഥരാണ് ഈ പ്രത്യേക ഫോഴ്സിലുള്ളത്. ദുർഘടമായ മലനിരകളിലും വെള്ളച്ചാട്ടങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്താൻ കെൽപ്പുള്ള അത്യാധുനിക ഉപകരണങ്ങളും ജീവൻ രക്ഷാ വാഹനങ്ങളും പ്രത്യേക ഓപ്പറേഷൻ യന്ത്രങ്ങളും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം പ്രതികരിക്കുന്നതിനേക്കാൾ അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അവ ഇല്ലാതാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ സേനയ്ക്ക് നൽകിയിരിക്കുന്നത്. ദോഫാറിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും റോഡ് മാർഗം എത്തുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് സഹായം ലഭ്യമാകുന്നതിനായി പ്രധാന ഹൈവേകളിലെല്ലാം അത്യാധുനിക എമർജൻസി പോയിന്റുകൾ അതോറിറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് അപകട സമയങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള സമയം വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഈ വർഷം മുതൽ കൂടുതൽ വിപുലമായ രീതിയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണ ഷർഖിയ ഗവർണറേറ്റിലെ അൽ അഷ്ഖറ, അൽ വുസ്ത ഗവർണറേറ്റിലെ അൽ ജാസിർ, ദോഫാറിലെ ഷഹാബ് അസൈബ്, ഹാരിത്ത് എന്നീ ജനപ്രിയവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ പുതുതായി ആംബുലൻസ്, സിവിൽ ഡിഫൻസ് സേവനങ്ങൾ വിശാലമാക്കിയിട്ടുണ്ട്.
സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായതും എന്നാൽ ചില സുരക്ഷാ വെല്ലുവിളികൾ നിറഞ്ഞതുമായ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലും കർശനമായ നിരീക്ഷണവും കാവലും ഏർപ്പെടുത്താൻ അതോറിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. യാത്ര സുരക്ഷിതമാക്കാൻ ഭരണകൂടം വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും സഞ്ചാരികളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതയും അത്യന്താപേക്ഷിതമാണെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു. സലാലയിലേക്ക് റോഡ് മാർഗം യാത്ര തിരിക്കുന്നതിന് മുൻപ് വാഹനങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരിക്കണം. വാഹനങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങളും പ്രഥമ ശുശ്രൂഷ കിറ്റുകളും കരുതേണ്ടതുണ്ട്. യാത്രക്കിടയിലെ വിശ്രമ കേന്ദ്രങ്ങളെക്കുറിച്ചും ഇന്ധന സ്റ്റേഷനുകളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. ഖരീഫ് സീസണിൽ ദോഫാറിലെ കടൽ തീരങ്ങളിൽ ശക്തമായ തിരമാലകളും അടിയൊഴുക്കുകളും ഉണ്ടാകാറുള്ളതിനാൽ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും പ്രകൃതിദത്ത നീരുറവകളിലും ഇറങ്ങി നീന്തുന്നത് കർശനമായി ഒഴിവാക്കണം. നനവുള്ളതും വഴുക്കലുള്ളതുമായ മലഞ്ചെരുവുകളിൽ കുട്ടികളെ തനിച്ചാക്കരുതെന്നും അവരെ എപ്പോഴും മുതിർന്നവരുടെ നിരീക്ഷണത്തിൽ നിർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സുരക്ഷിതമായ ഒരു വിനോദസഞ്ചാര സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ മാധ്യമ ബോധവൽക്കരണ ക്യാമ്പയിനുകളും ഇതിനോടകം നടക്കുന്നുണ്ട്. ഹോട്ടലുകളും മറ്റ് ടൂറിസം സ്ഥാപനങ്ങളും അഗ്നിശമന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കനത്ത പരിശോധനകളും നിയമ നടപടികളും ഉണ്ടാകും. സുരക്ഷ എന്നത് കേവലം ഒരു ഏജൻസിയുടെ മാത്രം ചുമതലയല്ല, മറിച്ച് ഓരോ സഞ്ചാരിയുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവോടെ വേണം നാം യാത്രകൾ ആസൂത്രണം ചെയ്യാൻ. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഈ പച്ചപ്പ് നിറഞ്ഞ വിസ്മയം പൂർണ്ണമായ സന്തോഷത്തോടെ അനുഭവിച്ചറിയാം. ഗൾഫ് മേഖലയിലെ ഏറ്റവും ശക്തവും വ്യവസ്ഥാപിതവുമായ ഗതാഗത സംവിധാനമുള്ള രാജ്യങ്ങളിലൊന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാഠിന്യവും ലൈസൻസ് സ്വന്തമാക്കാനുള്ള കണിശമായ മാനദണ്ഡങ്ങളും പ്രവാസികൾക്ക് നന്നായി അറിയാവുന്ന ഒന്നാണ്. എന്നാൽ ഈ കഠിനമായ പ്രക്രിയയിലൂടെ നേടിയെടുക്കുന്ന UAE ഡ്രൈവിംഗ് ലൈസൻസിന് ഇപ്പോൾ ആഗോളതലത്തിൽ വൻ പവർ കൈവന്നിരിക്കുകയാണ്. UAE ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയ മുർഖൂസ് എന്ന തന്ത്രപ്രധാനമായ പദ്ധതിയിലൂടെ UAE ലൈസൻസ് ഉപയോഗിച്ച് ലോകത്തിലെ 34ഓളം രാജ്യങ്ങളിൽ ഇനി എളുപ്പത്തിൽ വാഹനം ഓടിക്കാനാകും. ഒരു അന്താരാഷ്ട്ര യാത്രികനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ കഠിനമായ റോഡ് ടെസ്റ്റുകളോ തിയറി പരീക്ഷകളോ പാസ്സാകുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ഒരു പ്രതിസന്ധിക്കാണ് മുർഖൂസ് പദ്ധതിയിലൂടെ UAE ഭരണകൂടം ശാശ്വതമായ പരിഹാരം കാണുന്നത്. ഇത് UAEയുടെ ഗതാഗത ഭരണ നിർവഹണത്തിലും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിലും അന്താരാഷ്ട്ര സമൂഹം അർപ്പിക്കുന്ന വലിയ ഫെയ്ത്ത് അഥവാ വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. മുർഖൂസ് പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നത് മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊന്നും തന്നെ ആവശ്യമില്ല എന്നതാണ്. UAE ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ അത് അവിടുത്തെ പ്രാദേശിക ലൈസൻസിലേക്ക് നേരിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. സന്ദർശക വിസയിൽ പോകുന്നവർക്ക് പല വിദേശ രാജ്യങ്ങളിലും ഈ ലൈസൻസ് ഉപയോഗിച്ച് നേരിട്ട് വാഹനം ഓടിക്കാനുള്ള അനുമതിയും ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി ഈ രാജ്യങ്ങളിൽ സ്ഥിരതാമസത്തിനായുള്ള റെസിഡൻസി വിസ സ്വന്തമാക്കുകയാണെങ്കിൽ അവർക്ക് UAE ലൈസൻസ് അവിടുത്തെ പ്രാദേശിക ഡ്രൈവിംഗ് ലൈസൻസായി എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാനും സാധിക്കും. ഇത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും വലിയ തോതിൽ സമയവും പണവും ലാഭിക്കാൻ സഹായിക്കും. ഈ പദ്ധതിയിലൂടെ UAE ലൈസൻസ് വിപുലമായ അംഗീകാരം നൽകിയിരിക്കുന്നത് യൂറോപ്പിലെയും ഏഷ്യയിലെയും പ്രധാനപ്പെട്ട 34 രാജ്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ്റ്റോണിയ, അൽബേനിയ, പോർച്ചുഗൽ, ചൈന, ഹംഗറി, ഗ്രീസ്, യുക്രൈൻ, ബൾഗേറിയ, സ്ലോവാക്യ, സ്ലൊവേനിയ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ്. ഇതോടൊപ്പം സൈപ്രസ്, ലാത്വിയ, ലക്സംബർഗ്, ലിത്വാനിയ, മാൾട്ട, ഐസ്ലാൻഡ്, മോണ്ടിനെഗ്രോ, ഇസ്രയേൽ, അസർബൈജാൻ, ബെലാറസ്, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ആനുകൂല്യം ലഭ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രിയ, ഡെൻമാർക്ക്, നെതർലൻഡ്, പോളണ്ട്, ഫിൻലൻഡ്, ക്രൊയേഷ്യ എന്നിവയ്ക്ക് പുറമെ അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനവും ഈ പട്ടികയിലുണ്ട്. വടക്കൻ മാസിഡോണിയ, കൊസോവോ, കിർഗിസ്ഥാൻ എന്നിവയും റെസിഡൻസി ഉള്ളവർക്ക് മാത്രം ലൈസൻസ് മാറ്റാൻ അനുവാദം നൽകുന്ന ദക്ഷിണ കൊറിയയും ഈ വലിയ ആഗോള ശൃംഖലയുടെ ഭാഗമാണ്. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ UAE ലൈസൻസിന്റെ ആഗോള പ്രസക്തി വളരെ വലുതാണ്. വിദേശ രാജ്യങ്ങളിൽ UAE ലൈസൻസിന് വലിയ പവർ ലഭിക്കുമ്പോഴും ജന്മനാടായ ഇന്ത്യയിലേക്ക് പോകുന്ന പ്രവാസികൾ ചില സുപ്രധാന കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് അഥവാ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നിർബന്ധമാണ്. UAEയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വഴിയോ അല്ലെങ്കിൽ അംഗീകൃത ഓട്ടോമൊബൈൽ ക്ലബ്ബുകൾ വഴിയോ ഈ പെർമിറ്റ് പ്രവാസികൾക്ക് വളരെ വേഗത്തിൽ സ്വന്തമാക്കാവുന്നതാണ്. ഇതിനു പുറമെ മുർഖൂസ് പദ്ധതിയുടെ മറ്റൊരു വശം പ്രവാസികൾക്കും വിദേശികൾക്കും UAEയിലേക്ക് വരുമ്പോഴും പ്രയോജനപ്പെടുന്നുണ്ട്. ലോകത്തിലെ 53ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് UAEയിലെത്തിയാൽ യാതൊരുവിധ പ്രായോഗിക ടെസ്റ്റുകളുമില്ലാതെ തന്നെ തങ്ങളുടെ ലൈസൻസ് UAE ലൈസൻസിലേക്ക് മാറ്റിയെടുക്കാം. ഇതിനായി നിശ്ചിത സർക്കാർ ഫീസായ 600 ദിർഹവും മറ്റനുബന്ധ ചാർജുകളും മാത്രം നൽകിയാൽ മതിയാകും. വിപണികളുടെ ഈ പരസ്പര കൈമാറ്റ വ്യവസ്ഥകൾ ആഗോളതലത്തിൽ ബിസിനസ്സും ടൂറിസവും കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും എന്നതിൽ സംശയമില്ല.
പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ആഗോള കപ്പൽ ഗതാഗതത്തിന്റെയും ഊർജ്ജ വിപണിയുടെയും ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ പുതിയൊരു തന്ത്രപ്രധാനമായ അധ്യായം തുറക്കപ്പെടുകയാണ്. ഇറാന്റെ തുടർച്ചയായ സൈനിക അധിനിവേശങ്ങൾക്കും മൈൻ ഭീഷണികൾക്കുമിടയിൽ സുരക്ഷിതമായ അന്താരാഷ്ട്ര വ്യാപാരം ഉറപ്പിക്കാൻ ഒമാൻ സുൽത്താനേറ്റ് പുതിയൊരു സമാന്തര പാത ഒരുക്കിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ പൂർണ്ണ പിന്തുണയോടെ ആരംഭിച്ച ഈ പാതയിലൂടെയുള്ള കപ്പലോട്ടം ഇറാന്റെ കടുത്ത എതിർപ്പുകളെയും ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് സജീവമായി തുടരുകയാണ്. ഒമാൻ തീരത്തോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഈ പുതിയ വഴി കേവലം ഒരു യാത്രാ മാർഗമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ പരമാധികാരവും അന്താരാഷ്ട്ര നിയമങ്ങളും തമ്മിലുള്ള വലിയൊരു അധികാര പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാതിരിക്കാനും ചരക്ക് നീക്കം തടസ്സപ്പെടാതിരിക്കാനും ഈ പാത അത്യന്തം നിർണായകമായി മാറിക്കഴിഞ്ഞു. ഇറാന്റെ നേരിട്ടുള്ള നിരീക്ഷണ വലയങ്ങളിൽ നിന്നും മൈനുകൾ വിതറിയേക്കാവുന്ന അപകട മേഖലകളിൽ നിന്നും കപ്പലുകളെ രക്ഷിക്കാൻ ഒമാൻ മുന്നോട്ട് വെച്ച സുരക്ഷിത പാത ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ജൂൺ 29 മുതൽ നിരവധി എണ്ണ കപ്പലുകളാണ് ഒമാന്റെ ഈ പുതിയ ദൂരക്കുറവുള്ള പാത ഉപയോഗിച്ച് സുരക്ഷിതമായി യാത്ര പൂർത്തിയാക്കിയത്. ഒമാന്റെ ഈ തന്ത്രപരമായ നീക്കം മേഖലയിൽ ഇറാനുണ്ടായിരുന്ന രാഷ്ട്രീയവും സൈനികവുമായ അപ്രമാദിത്വത്തിന് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. കാരണം കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു അയൽ രാജ്യം ഒറ്റയ്ക്ക് മുൻകൈ എടുക്കുമ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ വിജയമായി മാറുകയും വലിയ കപ്പൽ കമ്പനികൾക്ക് അത് സുരക്ഷിതത്വത്തിന്റെ പുതിയൊരു ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇറാന്റെ കണ്ണുവെട്ടിച്ച് മുന്നേറാൻ സഹായിക്കുന്നതിനാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ ഒമാന്റെ രഹസ്യ പാതയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒമാൻ ഒരുക്കിയ ഈ സമാന്തര പാത പൂർണ്ണമായും വെല്ലുവിളികളിൽ നിന്ന് മുക്തമല്ല. തങ്ങളുടെ മുൻകൂർ അനുമതിയില്ലാതെ രൂപീകരിച്ച ഈ പുതിയ കപ്പൽ ചാലിനെ ശക്തമായി എതിർക്കുമെന്നാണ് ഇറാന്റെ കടുത്ത നിലപാട്. പുതിയ പാതയിലൂടെ സഞ്ചരിച്ച ഒരു വിദേശ കപ്പൽ ആഴം കുറഞ്ഞ ഭാഗത്ത് മുന്നോട്ട് നീങ്ങാനാകാതെ കുടുങ്ങിയതായി ഇറാൻ മാധ്യമങ്ങൾ തങ്ങളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി വലിയ വാർത്തയാക്കിയിരുന്നു. ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാതയിലൂടെയുള്ള യാത്ര അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. വാണിജ്യ കപ്പലുകളുടെ സുഗമമായ യാത്ര തടസ്സപ്പെടുത്താൻ ഇറാൻ ഇപ്പോഴും ശ്രമിക്കുമ്പോൾ അതിനെ സൈനികമായി നേരിടാൻ US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ തയ്യാറെടുക്കുന്നത് മേഖലയിലെ പിരിമുറുക്കം ഇരട്ടിയാക്കുന്നുണ്ട്. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഒമാന്റെ സമാന്തര പാതയും ഖത്തറിന്റെ നയതന്ത്ര ശ്രമങ്ങളും പശ്ചിമേഷ്യയെ വലിയൊരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് താൽക്കാലികമായി രക്ഷിച്ചേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ആഗോള സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ ഏകപക്ഷീയമായ ഭീഷണികൾ അവസാനിപ്പിക്കുകയും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ എല്ലാ പ്രാദേശിക ശക്തികളും ഒരുപോലെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഗൾഫ് നാടുകളിലെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.